ഹായ് ടിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോക്ക് ഒരു സ്പെഷ്യൽ തന്നെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ കുറേ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ചെറിയ അതും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ വൈറലായ ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതായത് ഞാൻ ആ സംഭവം ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഫോൺ തുറന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റയിലാണെങ്കിൽ സോഷ്യൽ മീഡിയ മൊത്തം ട്രെൻഡിങ് ആയോണ്ടിരിക്കുന്ന സാധനമാണ്. ചിലപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് തന്നെ നമ്മുടെ ബ്രെഡും പാലും വെച്ചിട്ടുള്ള ആ ഒരു ഡിഷ് തന്നെയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഏതായാലും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചേക്കാം, നിങ്ങളെയും കൂടെ കൂട്ടിയേക്കാമെന്ന് വിചാരിച്ച് നമുക്ക് ഒരുമിച്ച് അങ്ങ് ട്രൈ ചെയ്യാം അല്ലേ, ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കി നോക്കാം. അതിനകത്ത് 2 ടൈപ്പായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ചിലർ പഴം റോബസ്റ്റ പഴം വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, ഫില്ലിങ് വെച്ചിട്ട്. അതല്ലാതെ ബ്രെഡും പാലും ഒക്കെ മാത്രമായിട്ട് അങ്ങനെ ചെയ്യുന്നതുണ്ട്. അപ്പോൾ 2 ടൈപ്പായിട്ട് ഏതാണ് കൂടുതൽ ടേസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. എന്താ അപ്പോൾ മറക്കണ്ട, എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഞാനിതാ കിച്ചണിൽ വന്ന് നിൽക്കുവാണ് നമ്മുടെ വൈറൽ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ സംഭവങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. ഒന്നും കൂടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കണ്ടോളൂ എല്ലാവരും. ഞാൻ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ബനാന ഫില്ലിങ്സിന് വേണ്ടിയിട്ട് റോബസ്റ്റ പഴം. ഇത് പാലാണ് കേട്ടോ. പാലിൽ ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്തും നല്ല നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ചധികം മധുരം നോട്ടെ എന്നുള്ള രീതിയിലേക്ക് കുറച്ചധികം മധുരം ഇതാക്കി മിൽക്ക് മെയ്ഡ് ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് കലക്കി വെച്ചിരിക്കണ്ട. നമുക്കിനി വേണ്ടത് ബട്ടറാണ്. ബട്ടർ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, ഇത് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴത്തേനും ബട്ടർ ഇല്ല. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്, അത് ഇളനാടിൻ്റെ ഡപ്പിൽ ഒഴിച്ച് വെച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയ നെയ്യാണ്. അപ്പോൾ അതെന്തായാലും ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബട്ടർ ആയിരിക്കും ടേസ്റ്റ് എന്ന് തോന്നണോ എനിക്കറിയില്ല. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ തീ കൂടുന്നുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചോളൂ കേട്ടോ. നെയ്യ് കരിഞ്ഞു പോകണ്ട, ആരും പേടിക്കണ്ട, ഞാൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കും, നിങ്ങൾ കണ്ടോളൂ. ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട. നമുക്കെന്തായാലും വൈറസ് ആയ ആ ഒരു ട്രെൻഡിങ് ആയ ബ്രെഡും ബ്രെഡ് കിട്ടിയാൽ മതിയല്ലോ അല്ലേ. അപ്പോൾ ഓക്കെ, ഞാൻ പാനിലേക്ക് 2 ബ്രെഡ് മുരിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണെന്ന് അറിയിക്കാനുള്ളൊരു ഒരു ശ്രമം നടത്തിയതാണ് കേട്ടോ. അപ്പോൾ 2 ഭാഗം ഒന്ന് മുരിഞ്ഞ് വരണം. നമുക്ക് ഈ നെയ്യൊക്കെ ഇതിലോട്ട് നന്നായി പിടിപ്പിക്കാം, ബ്രെഡിലോട്ട്. 2 ബ്രെഡ് നന്നായി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഇനി എന്തായാലും നമുക്ക് ചട്ടകം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ കൈ കളയണ്ട. എന്തായാലും അങ്ങനെ ഫ്ലോപ്പ് ആവുമൊന്നുമില്ല എന്നാണ് വിചാരിക്കണേ, കാരണം അത്ര വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ. എന്തായാലും ബ്രെഡും പാലൊക്കെ തന്നെയല്ലേ, എന്താ മിൽക്ക് മെയ്ഡ്. അപ്പം അത് എങ്ങനെ വന്നാലും ടേസ്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ എന്തായാലും ബ്രെഡ് മൊരിക്കാൻ വേണ്ടിയിട്ടത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. എന്നിട്ട് ഫ്രണ്ട്സ് നമ്മുടെ ബ്രെഡ് ഒരു ഭാഗം മൊരിഞ്ഞിട്ട് ഞാൻ സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ മൊരിയണം. ഈ പുകയൊക്കെ കണ്ടിട്ട് അത് കരിയെന്നാണ് വിചാരിക്കണം കേട്ടോ. അതായത് കരിയാണ്ട് തന്നെ നമുക്ക് കിട്ടും. അയ്യോ കരിഞ്ഞിട്ടൊന്നുമില്ല, ആരും പേടിക്കണ്ട. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു കുറഞ്ഞ ഫ്ലെയിമിൽ ഇരുന്നിട്ട് വേണം മുരിഞ്ഞ് കിട്ടാൻ. പക്ഷേ എനിക്ക് ഭയങ്കര തിരക്കാണ് എപ്പോഴും, അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം കൂട്ടി വെക്കും. ബ്രെഡ് നല്ല മുരിഞ്ഞ് വരും. ഇല്ല, വലിയ കുഴപ്പമൊന്നുമില്ല. തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ഫ്ലെയിം കൂട്ടുന്നു പറക്കുന്നുണ്ട്. അത് കാരണമാണ് കേട്ടോ. ഇല്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ബ്രെഡ് 2 സൈഡും നമുക്ക് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കണ്ടോളൂ. കരിഞ്ഞിട്ടൊന്നുമില്ല, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സാധാരണ കരിയാറുണ്ട്, ഇപ്രാവശ്യം ഞാൻ കരിയിക്കാണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെക്കാം കേട്ടോ. ഈ ഒരു ബ്രെഡിൽ ഫില്ലിങ് വെക്കാം.
ഈ നമ്മുടെ റോബസ്റ്റ പഴം എടുത്ത് ഞാൻ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് അമർത്തി കൊടുക്കാം. ഇതൊന്നും അതിന് പറയാം. നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്തോളൂ. എന്തായാലും നമുക്കതൊന്ന് അതിലൊന്നിങ്ങനെ എന്താ ബനാനൊന്ന് അമർന്ന് കിട്ടിയാൽ മതി. എന്തെന്നാ അതിന് പറയുക, കിട്ടുന്നില്ലല്ലോ ആ വീട്. എന്തായാലും ഇപ്പോൾ അങ്ങനെ അമർന്നു വന്നിട്ടുണ്ട്. തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. അതുകൊണ്ടൊന്നും ടേസ്റ്റൊന്നും മാറിപ്പോവില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഞാൻ അതിലോട്ട് ഞാൻ അമർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇരിക്കട്ടേന്നേ, അത്യാവശ്യം ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ ബ്രെഡും കൂടെ വെച്ച് ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ ഗൈസ്, ഞാൻ കൈയൊക്കെ വെച്ചാണ് ബ്രെഡൊക്കെ പിടിക്കണം. അപ്പം അത്രയും ഭയങ്കര എക്സ്പേർട്ടല്ലേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മേലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ മിൽക്ക് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അതൊന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്രയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒന്നാണ്. നമുക്കിതിനെ ഈ മിൽക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉന്തി തള്ളി ബ്രെഡിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ഫില്ലിങ് വെച്ചിട്ടുള്ളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒന്ന് മിൽക്ക് മേഡ് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു ടേസ്റ്റിന് നമുക്ക് കുറച്ചും കൂടെ മിൽക്ക് മേഡ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫില്ലിങ് ഇല്ലാത്തതൊന്നും കൂടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അത് നോക്കാം. നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു ബ്രെഡ് ഞാൻ ബ്രെഡ് സ്ലൈസ് എടുത്ത് ഇതേ വെച്ച് കൊടുത്തു. നേരത്തെ കണ്ടില്ലേ, അതുപോലെ രണ്ട് സൈഡും മുരിഞ്ഞ് വരട്ടെ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബ്രെഡ് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനത് രണ്ടും ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ച ബാക്കി പാലുണ്ടല്ലോ, അത് ഇതിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. പറഞ്ഞ പോലെ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ തള്ളി നീക്കി ആ പാലൊന്ന് ഇതിലോട്ടാക്കി കൊടുക്കാം. ഒരു ഭാഗമായി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാലും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. ഇത് കുറച്ച് ടാസ്ക്കാണല്ലോ. ബ്രെഡ് തീരെ കൂട്ടാക്കണില്ല കേട്ടോ, തീരെ സമ്മതിക്കുന്നില്ല വരാൻ. ബ്രെഡ് പൊട്ടിയെന്ന് തോന്നുന്നു. അതൊന്നും പ്രശ്നമില്ല, നമ്മളെന്തായാലും പൊട്ടിച്ചിട്ടല്ല കഴിക്കാൻ പോണേ. വാവ്, കുഴപ്പമില്ല. നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ട് തരത്തിലുണ്ടാക്കിയ ബ്രെഡ് ഇതാ. ഒന്ന് ഫില്ലിങ് വെച്ചിട്ടുള്ള ബ്രെഡ്, ഒന്ന് ഫില്ലില്ലാത്ത ബ്രെഡ് കേട്ടോ. നമുക്ക് രണ്ടും കഴിച്ചിട്ട് എന്താ ടേസ്റ്റ് എന്നുള്ളത് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മുടെ ഫില്ലിങ് വെച്ചിട്ടുള്ളത്, ഇത് ഫില്ലിങ് ഇല്ലാത്തത്. അപ്പോൾ ഞാൻ ആദ്യം ഫില്ലിങ് വെച്ചിട്ടുള്ളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് കുഴപ്പമില്ല. ഫില്ലിങ് ഇല്ലാത്തത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. സൂപ്പർ. എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ ഫില്ലിങ് ഇല്ലാത്തതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിനൊന്നും കൂടെ ടേസ്റ്റ് എനിക്ക് തോന്നിയത്. ഇത് ടേസ്റ്റ് ഇല്ല എന്നല്ല, ഇതിൽ ആ ഒരു റോബസ്റ്റയുടെ ടേസ്റ്റാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്കിഷ്ടമായത് ഇതാണ്. കാരണം ഇതിലാണ് ആ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റും ബ്രെഡും പാലും ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഇതിലാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി, സൂപ്പർ. അപ്പം ഞാനും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി സാധനമാണ് കേട്ടോ. രണ്ട് തരത്തിലും ഉണ്ടാക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ട് തരത്തിലും ഉണ്ടാക്കി കഴിച്ചിട്ട് ഏതാ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.